ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അതീവമായ സന്തോഷത്തോടും ആനന്ദത്തോടും കൃതജ്ഞതയോടും കൂടിയാണ് ഈ വിശുദ്ധമായ രാത്രിയിൽ ദൈവത്തിരുസന്നിധിയിൽ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഈ ബലി നാം സമർപ്പിക്കുന്നത്. വാക്കിംഗ് വിത്ത് ജീസസ് എന്ന ബൈബിൾ വായന തീർത്ഥാടനത്തിൻ്റെ മൂന്നാമത്തെ ബാച്ചിൻ്റെ ബൈബിൾ പാരായണം ഇന്ന് ദൈവാനുഗ്രഹത്താൽ പൂർത്തിയായി. ജൂലൈ 21 ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ടീനയാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചു തുടങ്ങി. 4 രാത്രിയും പകലുമായി ആ രക്ഷാകരമായ വചനയാത്ര തീർത്ഥാടനം നമ്മൾ ഭംഗിയായി പൂർത്തീകരിച്ച് 4-ാം ദിവസം ഇന്ന് ജൂലൈ 25 ശനിയാഴ്ച വൈകിട്ട് 5:50 സിജിൽ വെളിപാട് പുസ്തകം 22-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിച്ചപ്പോൾ ബൈബിൾ തീർത്ഥാടനത്തിൻ്റെ ഒരു രക്ഷാകര യാത്രയുടെ വിശുദ്ധമായ സമാപനമായിരുന്നു. ടീന മുതൽ സിജി വരെ 48 പേരാണ് ഇക്കഴിഞ്ഞ 4 ദിനരാത്രങ്ങളിലായി ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വിശുദ്ധ ഗ്രന്ഥത്തിലെ രക്ഷാകരമായ യാത്ര നടത്തി. കൃത്യം പറഞ്ഞാൽ 97 മണിക്കൂർ 50 മിനിറ്റ് ഈ തീർത്ഥാടനം ഇടതടവില്ലാതെ രാത്രിയും പകലും, വെളിച്ചത്തും രാത്രിയിലും, മഴയത്തും മഞ്ഞത്തും യാതൊരു ഭംഗവും കൂടാതെ യേശുവിനോടൊപ്പം, പിതാവായ ദൈവത്തോടൊപ്പം, പരിശുദ്ധാത്മാവിനോടൊപ്പം ഈ വചന തീർത്ഥയാത്ര നാം നടത്തുകയായിരുന്നു. ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 23-ാമത്തെ തിരുവചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ വചനം പാലിക്കുന്നവർ എന്നെ സ്നേഹിക്കും, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനോടൊപ്പം വാസമുറപ്പിക്കുകയും ചെയ്യും. ഒന്നുകൂടി ആ തിരുവചനം നമുക്ക് ഓർക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനോടുകൂടെ വാസമുറപ്പിക്കുകയും ചെയ്യും. ആ രക്ഷാകരമായ രഹസ്യമാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ തിരുവചനമാണ് നമ്മിൽ ഓരോരുത്തരും പൂർത്തിയായി. ഈശോയെ സ്നേഹിക്കുന്നത് കൊണ്ട് അവിടുത്തെ വചനം നമ്മൾ പാലിക്കും. ആ വചനം പാലിക്കുവാൻ വേണ്ടിയാണ് ആ വചനം അറിയുന്നതും വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. വചനം പ്രാവർത്തികമാക്കണമെങ്കിൽ വചനം വായിക്കണം, വചനം കേൾക്കണം, വചനം പ്രാർത്ഥിക്കണം. അപ്പോഴാണ് വചനം പ്രാവർത്തികമാക്കുന്നത്. ഈശോയെ സ്നേഹിക്കുന്നുവെങ്കിൽ അവിടുത്തെ വചനം ഞാൻ വായിക്കണം, അവിടുത്തെ വചനം ഞാൻ ധ്യാനിക്കണം, അവിടുത്തെ വചനം ഞാൻ പാലിക്കണം. അപ്പോൾ പിതാവ് എന്നെ സ്നേഹിക്കും. ഞങ്ങൾ വന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം വന്ന് എന്നോടുകൂടെ വാസമുറപ്പിക്കും. ആ ഒരു ദൈവീക രഹസ്യമാണ് ഈ വിശുദ്ധമായ തിരുവചന വായന തീർത്ഥാടനത്തിലൂടെ
രക്ഷാകരമായ ചരിത്രത്തിന്റെ വിശുദ്ധമായ പാരായണത്തിലൂടെ എന്നിൽ പൂർത്തിയായി. അതിനാണ് ദൈവത്തോട് നാം നന്ദി പറയുന്നത്. എന്നോടൊപ്പം വാസമുറപ്പിക്കുന്ന ത്രിത്വൈക ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടാണ്, എന്നോടൊപ്പം ജീവിക്കുന്ന, എന്നോടൊപ്പം എൻ്റെ അടുക്കലേക്ക് വന്ന് വചനം ഞാൻ വായിച്ചപ്പോൾ, വചനം ഞാൻ കേട്ടപ്പോൾ, വചനം ഞാൻ പാലിച്ചപ്പോൾ ദൈവമാണ് എന്നിലേക്ക് ഇറങ്ങി വന്ന് എന്നോടൊപ്പം വചനം എന്നോടൊപ്പം ദൈവം വചനത്തിലൂടെ ജീവിക്കുന്നുവെങ്കിൽ ഞാൻ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെയൊക്കെ ആ ദൈവീകമായ സാന്നിധ്യമുണ്ടാവും. ഞാൻ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെയൊക്കെ ആ ദൈവീകമായ സാന്നിധ്യമുണ്ടാവും. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ആ ദൈവീകമായ സാന്നിധ്യമുണ്ട്, എൻ്റെ ഭവനത്തിൽ ആ ദൈവീകമായ സാന്നിധ്യമുണ്ട്. ഞാൻ ആരുടെയൊക്കെ അടുക്കലേക്ക് ചെല്ലുന്നുവോ അവരിൽ ദൈവീകമായ സാന്നിധ്യമുണ്ട്. ഞാൻ ഏത് സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നുവോ അവിടെയൊക്കെ ദൈവീകമായ സാന്നിധ്യമുണ്ട്. വചനം ജീവിക്കുന്ന ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഒരു വലിയ അടയാളമാണ്, ഒരു അത്ഭുതമാണ്, ഒരു അനുഗ്രഹമാണ്. ആ ദൈവിക രഹസ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ദൈവത്തിന് നന്ദി പറഞ്ഞു കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധമായ ബലി നാം സമർപ്പിക്കുന്നത്. കരങ്ങൾ കൂപ്പി ദൈവം ഈ 4 ദിവസത്തിലൂടെ, ഈ തിരുവചന വായനയിലൂടെ, ഈ രക്ഷാകരമായ തീർത്ഥാടനത്തിലൂടെ എനിക്ക് നൽകിയ, എൻ്റെ കുടുംബത്തിന് നൽകിയ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകിയ, ഈ ലോകത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് കൃതജ്ഞതാ നിർഭരതയോടുകൂടി ഈ വിശുദ്ധമായ ബലി നമുക്ക് സമർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അനുഗ്രഹവും സമാധാനവും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടീന, ലിൽബർട്ട്, ട്രീസ വർഗീസ്, ആൻ മരിയ, ആഷോൺ, സിജി ടോമി, ജിപ്സി, ആഞ്ചലോ, ബേബി ഐസക്, ഡോണ, പ്രിയ, ജോയ്സി, ജിജു, ജിജു റോക്കി, സ്നേഹ, പൗളി, ഷീല, ജെസി, ടിറ്റു, ടാനിയ, കനക്സ്, വിപിൻ ജോർജ്, അൽഫോൺസ, ദീപ കെന്നഡി, മയൂഷ, ലിജോ, ഡോറ സൈമൺ, റോസ്മോൾ, ബിനു ബ്രദർ, ബിനി, ജിസി, ജോഫി, ജോർജ്, ട്രീസ ജേക്കബ്, ബീന ജോൺസൺ, രാജു, ലിസി ഫ്രാൻസിസ്, ഡെയ്സി, അനുവീറ്റോ, റോസി, സിജിമോൻ, അജിൽ, പ്രീത, ജൈനമ്മ, ചോവിൻ, അനുഷിൻഡോ, സിൽവി, ജെയ്സി, നിങ്ങൾ ഓരോരുത്തരെയും ദൈവം നിങ്ങൾക്ക് നൽകിയ, നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിപൂർവം ഓർത്തു. ദൈവമേ, അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നുവെന്ന്. ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നുവെന്ന്. ഈ ലോകത്ത് ഞങ്ങൾക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, ഈ ലോകത്ത് ഞങ്ങൾക്ക് ആരെല്ലാം നഷ്ടപ്പെട്ടാലും, ദൈവമേ, നീയാണ് വചനത്തിന്റെ സ്വർഗീയതയിൽ എന്നിൽ വസിക്കുന്നതെന്ന്, നിന്റെ വചനത്തിന്റെ സൗഭാഗ്യതയിലാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്, ദൈവമാണ് എന്റെ ജീവിതത്തിൽ വസിക്കുന്നത് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ആ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ഈ ലോകത്ത് യാതൊന്നിനും എന്നെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം എന്റെ ഒപ്പം ഉണ്ടെങ്കിൽ
സ്രഷ്ടാവിന്റെ കൂടെയുണ്ടെങ്കിൽ സൃഷ്ടികൾ നിസ്സാരമാണ്. രക്ഷിതാവിന്റെ കൂടെയുണ്ടെങ്കിൽ രക്ഷ എളുപ്പമാണ്. പരിത്രാതാവിന്റെ കൂടെയുണ്ടെങ്കിൽ വിശുദ്ധമാവുക എളുപ്പമാണ്. പ്രിയപ്പെട്ടവരെ, ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഈ വചന ശുശ്രൂഷയിലൂടെ നാം അറിയുന്നതും അനുഭവിക്കുന്നതും. ആ ദൈവമാണ് ഒപ്പമുള്ളത്. ഈ ലോകത്ത് എന്തൊക്കെ നഷ്ടമാണെങ്കിലും, നഷ്ടമുണ്ടെങ്കിലും, നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ 100 ഇരട്ടിയായി നൽകുവാൻ കഴിവുള്ള ദൈവികമായ സാന്നിധ്യം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഈശോയുടെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, നിങ്ങൾ ഓരോരുത്തരെയും ദൈവതൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. ഒരു പ്രത്യേക നിയോഗം വചനത്തിലൂടെ, വചന വായനയിലൂടെ, വചന ധ്യാനത്തിലൂടെ, വചന പ്രാർത്ഥനയിലൂടെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ത്രിത്വൈക ദൈവത്തെ നഷ്ടപ്പെടാതിരിക്കുവാനുള്ള അനുഗ്രഹത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധമായ ബലി അർപ്പിക്കുവാൻ നമ്മെ തന്നെ യോഗ്യരാക്കേണ്ടതിന് നമ്മുടെ എല്ലാ പാപങ്ങളെയും ഓർത്തും അനുദപിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറഞ്ഞു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപങ്ങൾ ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അപ്പോസ്തലന്മാരിൽ ആദ്യമായി രക്തസാക്ഷിത്വം സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് യാക്കോബ് ശ്ലീഹായെ ദൈവികതയിൽ വളർത്തിയ ദിവ്യമായ വചനത്തിന്റെ സ്വർഗീയത ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്നും എപ്പോഴും നിനക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ആത്മാവിന്റെ ആഗ്രഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുസഭയിൽ നിന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധമായ ദിവസമാണ്. അപ്പോസ്തലന്മാരിൽ വെച്ച് ആദ്യമായി രക്തസാക്ഷിത്വം സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ യാക്കോബ് ശ്ലീഹ. എന്നെ അനുഗമിക്കുക എന്ന ഈശോയുടെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് ഈശോയെ അനുഗമിച്ച യാക്കോബ് ശ്ലീഹ ആ വചന സ്വീകരണത്തിലൂടെ നടന്നെത്തിച്ചേർന്നത് രക്തസാക്ഷിത്വത്തിലൂടെയാണ്. അതിലൂടെയാണ് സ്വർഗീയത യാക്കോബ് ശ്ലീഹ അനുഭവിച്ചത്. നമുക്കും ഈ വചന സ്വീകരണത്തിലൂടെ നമ്മൾ കടക്കുന്നത് വിശാലമായ വഴികളിലല്ല, കല്ലും മുള്ളും നിറഞ്ഞ് ഇടുങ്ങിയ വാതിലിലേക്കാണ്, സഹനത്തിലേക്കാണ്, തീവ്രമായ വേദനകളിലേക്കാണ്. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ മാധ്യസ്ഥം യാചിക്കാം. ജീവിതത്തിൽ ഉണ്ടാവുന്ന തളർച്ചകളിലും തകർച്ചകളിലും പതറാതെ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനുള്ള കൃപയ്ക്കായി യാക്കോബ് ശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം. തിരുവചനം നമുക്ക് ശ്രമിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരിക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല. വിഷമിപ്പിക്കപ്പെടുന്നു, എങ്കിലും ഭഗ്നാശരാകുന്നില്ല. പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യക്തരാകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എപ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു. ഞങ്ങളുടെ മർത്ത ശരീരത്തിൽ യേശുവിന്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഞാൻ സംസാരിച്ചു
എന്ന് എഴുതിയവന്റെ വിശ്വാസ ചൈതന്യം തന്നെ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യും. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോടുകൂടെ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്നും നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ സമൃദ്ധമാകുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവേദ സങ്കീർത്തനം. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദത്തോടെ കൊയ്യട്ടെ. എല്ലാവരും കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദത്തോടെ കൊയ്യട്ടെ. കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതൊരു സ്വപ്നമായി തോന്നി. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു. ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. കർത്താവ് അവരുടെ ഇടയിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു. എല്ലാവരും കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദാഘോഷത്തോടെ കൊയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് സെബദീ പുത്രന്മാരുടെ മാതാവ് തൻ്റെ പുത്രന്മാരോടുകൂടെ വന്ന് യേശുവിന് മുമ്പിൽ യാചനാപൂർവം പ്രണമിച്ചു. ഈശോ അവളോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, നിന്റെ രാജ്യത്തിൽ എൻ്റെ ഈ 2 പുത്രന്മാരിൽ ഒരുവൻ നിന്റെ വലതുവശത്തും അപരൻ ഇടതുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണം. ഈശോ മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുവാൻ പോകുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. ഈശോ അവരോട് പറഞ്ഞു, എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും. എന്നാൽ എൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കുവാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനാണ്. അതെന്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും ആ 2 സഹോദരന്മാരുടെ അമർഷം തോന്നി. എന്നാൽ ഈശോ അവരെ അടുത്ത് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാവരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ശുശ്രൂഷിക്കുവാനല്ല, ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേ ക്രിസ്തു. ഈ സുവിശേഷ വചനം നമ്മെ നിത്യരക്ഷയിലേക്ക് നയിക്കുമാറാകട്ടെ. യാക്കോബ് ശ്ലീഹയെ കുറിച്ച് ഒരു വാക്കുകൂടി. യാക്കോബിന്റെയും യോഹന്നാന്റെയും അമ്മയാണ്, സെബദിയുടെ ഭാര്യയാണ് ഈശോയുടെ അടുക്കൽ വന്ന് വലിയൊരു കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്. അങ്ങനെ സ്വർഗരാജ്യത്ത് ഒരുവൻ എൻ്റെ മക്കളിൽ ഒരുവൻ ഇടതുവശത്തും വലതുവശത്തും ആയിരിക്കാം. കേൾക്കുമ്പോൾ ഒരമ്മയുടെ ദുരാഗ്രഹമാണെന്ന് തോന്നും. ഒരമ്മയുടെ വലിയൊരു ആഗ്രഹമാണ്. അമ്മ ആ മക്കളെ ദൈവീകതയിൽ വളർത്തി എന്നുള്ളത് നമ്മൾ വരികൾക്കിടയിൽ വായിക്കണം. കാരണം ആ ദൈവീകതയിൽ വളർത്തിയത് കൊണ്ടാണ് ദൈവീക ശബ്ദം അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. എന്നെ അനുഗമിക്കുക എന്ന് ഗലീലക്കടൽ തീരത്ത് വെച്ച് ഈശോ പറഞ്ഞപ്പോൾ മറുത്തൊന്നും ചോദിക്കാതെ ചിന്തിക്കാതെ സകലതും ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കുവാൻ യാക്കോബിനും യോഹന്നാനും സാധിച്ചത്, ആ ദൈവീക കൃപാവരം യാക്കോബിനും യോഹന്നാനും ലഭിച്ചത് അവരെ, ആ മാതാപിതാക്കൾ അപ്രകാരം ദൈവീകതയിൽ വളർത്തിയതുകൊണ്ടാണ്. ഒന്നാമത്തെ സന്ദേശം, നമ്മൾ നമ്മുടെ മക്കളെ ആ ദൈവീകതയിൽ വളർത്തുമ്പോഴാണ് ദൈവത്തിന്റെ ശബ്ദം ഏത് സമയവും
നമ്മുടെ മക്കൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. അപ്രകാരമുള്ളൊരു അമ്മയാണ് മക്കളെയും കൊണ്ട് ഈശോയുടെ അടുക്കൽ വന്നു. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കില്ല, ഒരുപാട് പ്രാവശ്യം ഈ സെബദിയുടെ ഭാര്യ, യാക്കോബിന്റെയും യോഹന്നാന്റെയും പ്രിയപ്പെട്ട അമ്മ ഈശോയുടെ സാന്നിധ്യം അറിയുന്നത്, അനുഭവിക്കുന്നത്, ഈശോയോട് സംസാരിക്കുന്നത്. അതാണ് അത്ര ലാളിത്യത്തോടുകൂടി, സ്വാതന്ത്ര്യത്തോടുകൂടി ഈശോയോട് അപേക്ഷിക്കുന്നത്. ഈശോ അത് സാധിച്ചു കൊടുത്തു എന്നുള്ളതാണ് ചരിത്രവും പാരമ്പര്യവും വിശ്വാസം. സെബദിയുടെ ഭാര്യ, യാക്കോബിന്റെയും യോഹന്നാന്റെയും അമ്മ എന്താണ് മക്കൾക്ക് വേണ്ടി ഈശോയുടെ ആഗ്രഹിച്ച് ആവശ്യപ്പെട്ടത് അക്ഷരാർത്ഥത്തിൽ സാധിച്ചു കൊടുത്തു ദൈവം. എങ്ങനെയെന്നായിരിക്കും ആലോചിക്കുന്നത്? പറയാം. യഹൂദ പാരമ്പര്യം അനുസരിച്ച് വിരുന്നിനിരിക്കുമ്പോൾ ആദ്യം പ്രധാന അതിഥി കയറി പ്രധാന സ്ഥലത്തിരിക്കും. പിന്നീട് കയറുന്നവർ ഇടതുവശം തൊട്ട് ഇങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന് അവസാനം ഇരിക്കുന്ന ആൾ പ്രധാന അതിഥിയുടെ വലതുവശത്ത് എത്തും. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കാം. യഹൂദ ആചാരമനുസരിച്ച് വിരുന്ന് ഇരിക്കുമ്പോൾ പ്രധാന അതിഥി പ്രധാന സ്ഥലത്തിരിക്കും. തൊട്ടടുത്ത് വരുന്ന ആൾ ഇടതുവശത്തിരിക്കും. അങ്ങനെ ഇരുന്ന് 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 അവസാനത്തെ ആൾ ഈ പ്രധാന അതിഥിയുടെ വലതുവശത്ത് എത്തും. എന്താണ് സെബദിയുടെ ഭാര്യ ആവശ്യപ്പെട്ടത്? അങ്ങയുടെ സ്വർഗരാജ്യത്ത് എൻ്റെ ഒരു മകൻ ഇടതുവശത്തും അപരൻ വലതുവശത്തും. പ്രധാന അതിഥി ഈശോയാണ്. ഈശോ ആദ്യം മരിച്ചു, സ്വർഗത്തെത്തി, പ്രധാന സ്ഥലത്ത് 12 അപ്പോസ്തലന്മാർ. ആദ്യം മരിച്ചത് വിശുദ്ധ യാക്കോബ് ശ്ലീഹ. അപ്പോസ്തലന്മാരിൽ ആദ്യം രക്തസാക്ഷിത്വം ചുറ്റുന്നത്, മരണപ്പെടുന്നത്, സ്വർഗത്തിലേക്ക് പോകുന്നത് യാക്കോബ് ശ്ലീഹ. അപ്പൊ യാക്കോബ് ശ്ലീഹ എവിടെ ഇരുന്നിട്ടുണ്ടാവും? സ്വർഗത്ത്, ഈശോയുടെ ഇടതുവശത്ത്. പിന്നെ ഓരോ അപ്പോസ്തലന്മാർ മരിച്ച് രക്തസാക്ഷിത്വം ചൂടി ഈശോയുടെ അടുക്കൽ എത്തി 12ാമൻ യോഹന്നാൻ, സെബദിയുടെ ഇളയ മകൻ, യാക്കോബിന്റെ അനുജൻ, അവസാനം മരിക്കുന്ന അപ്പോസ്തലൻ. അപ്പോസ്തലന്മാരിൽ അവസാനം മരിക്കുന്നയാൾ ഇരുന്നപ്പോൾ എവിടെ എത്തിയിട്ടുണ്ടാവും? ഈശോയുടെ വലതുവശത്ത് എത്തിയിട്ടുണ്ട്. അമ്മയുടെ ആഗ്രഹം സാധിച്ചു. പക്ഷെ അതിലേക്ക് എത്താൻ ഒരുപാട് കഷ്ടതകളുടെ വഴികളിലൂടെ കടന്നു പോകണം. ഈശോ കുടിച്ച പാനപാത്രം കുടിക്കണം. അവർ അത് കുടിച്ചു. ഈശോയുടെ വചനം അനുസരിച്ചത് കൊണ്ടാണ് ഈ വലിയ ഈ ഭൂമിയിലൂടെയുള്ള തീർത്ഥയാത്ര സ്വർഗത്തിലെത്തി. സ്വർഗത്തിന്റെ അതിവിശുദ്ധമായ സ്ഥലത്ത് ഈശോയുടെ അടുക്കൽ യാക്കോബിനെയും യോഹന്നാനെയും എത്തിച്ചു. എന്നെ അനുഗമിക്കുക എന്ന ഈശോയുടെ വാക്കുകൾ. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും, അപ്പോൾ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ വന്ന് അവനോടുകൂടെ വാസം ഉറപ്പിക്കുകയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. അക്ഷരാർത്ഥത്തിൽ യാക്കോബിന്റെയും യോഹന്നാന്റെയും ജീവിതത്തിൽ നിറവേറിയപ്പോൾ ആത്മീയതയിൽ, ദൈവീകതയിൽ അവരെ വളർത്തി വലുതാക്കിയ ഒരമ്മയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് പൂർത്തിയായത്. വചനം അനുസരിച്ച ദൈവത്തിന്റെ അടുത്ത് ആയി. ആ വചനമാണ് വായിക്കുവാൻ ദൈവം വലിയൊരവസരം നൽകിയത്. ആ വചനം വായിക്കുക, വചനം ധ്യാനിക്കുക, വചനം പ്രാർത്ഥിക്കുക, വചനം പ്രാവർത്തികമാക്കുക. ഉറപ്പ് നമ്മൾ എത്തി നിൽക്കുന്നത് ഈശോയുടെ സന്നിധിയിൽ ആയി. കാഴ്ചവെപ്പ് നമ്മെ പരിപൂർണമായി നമ്മുടെ എല്ലാ നിയോഗങ്ങളോടും കൂടെ ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. ഈ അപ്പത്തിൻ്റെ തളികയിലേക്കും വീഞ്ഞിൻ്റെ കാസയിലേക്കും നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും നമുക്ക് അർപ്പിക്കാം. ഒന്നും മാറ്റിവെക്കാതെ, ഒന്നും നീക്കിവെക്കാതെ സമ്പൂർണമായി ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ച
പ്രിയമുള്ളവരെന്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും സമസ്ത സഭയുടെ നന്മയ്ക്കുമായി നമ്മുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവേ, ഈ കാണിക്കകളും പ്രാർത്ഥനകളും ദയാപൂർവം വിശുദ്ധീകരിക്കുകയും ആത്മീയ ബലിയുടെ അർപ്പണം സ്വീകരിച്ച് ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായ കാണിക്കയായി തീർക്കുമാറാവേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. സർവേശ്വര പരിശുദ്ധനായ പിതാവ്, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ എന്നാണ്. ദൈവമേ, അങ്ങിലാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നതും ചരിക്കുന്നതും ആയിരിക്കുന്നു. അനുദിനം അങ്ങ് ഞങ്ങളെ വാത്സല്യപൂർവം കാത്തു പരിപാലിക്കുന്നു. നിത്യ സൗഭാഗ്യം പ്രദാനം ചെയ്യുമെന്നുള്ള വാഗ്ദാനം ഞങ്ങൾക്ക് ധൈര്യം അരുളുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ തിരുനാമത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അവിരാമം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങയുടെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഈ കാണിക്കകളെ പവിത്രമാക്കണം. അങ്ങനെ ഈ അപ്പവും ഈ വീഞ്ഞും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി മാറ്റുവാൻ കനിയണം. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്തു, കൃതജ്ഞത പ്രകാശിപ്പിച്ച് ഭാഗിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇത് വാങ്ങി ഇതിൽ നിന്നും ഭക്ഷിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ വരവ് ഞങ്ങൾ കാത്തിരിക്കുന്നു.
ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ കനിയണം. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായോട്, ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തയോട്, വൈദിക ഗണത്തോടുമൊത്ത് ഞങ്ങളെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണം. ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് വിളിക്കുവാൻ തിരുവുള്ളമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെയും ജീവിത പങ്കാളികളെയും മക്കളെയും സഹോദരി സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഉപകാരികളെയും അജപാലകരെയും സന്യസ്തരെയും പ്രത്യേകമായി കൊറോണ രോഗത്താൽ മരണമടഞ്ഞ ഓരോരുത്തരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഇവരുടെ ആത്മശാന്തിക്ക് വേണ്ടി ദൈവമേ ഭക്തിപൂർവം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ എളിയദാസരായ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാടിനെയും സകലരെയും അങ്ങയുടെ സ്വർഗീയ കൃപകളാൽ കാത്തുകൊള്ളുകയും അതുവഴി എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രത്യേകമായി ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന കോവിഡ് എന്ന മഹാമാരിയിൽ നിന്നും അതിൻ്റെ വ്യാപനത്തിൽ നിന്നും പരിപൂർണമായി ഞങ്ങളെ കാത്തുകൊള്ളണം. ദൈവമേ, അങ്ങയുടെ തിരുവചനം ഭക്ത്യാദരപൂർവം ഇടതടവില്ലാതെ ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ വായിക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത അങ്ങേ പ്രിയപ്പെട്ട മക്കളായ ടീനയെയും ലിൽബറ്റിനെയും ട്രീസ വർഗീസിനെയും ആൻമരിയയെയും ആഷോണിനെയും സിജി ടോമിയെയും ജിപ്സി റോബിനെയും ആഞ്ചലോയെയും ബേബി ഐസക്കിനെയും ഡോണയെയും പ്രിയയെയും ജോയ്സി ജിജുവിനെയും ജിജു റോക്കിയെയും നേഹയെയും പൗലിയെയും ഷീലയെയും ജെസിയെയും ടിറ്റുവിനെയും ടാനിയയെയും ടനക്സിനെയും വിപിൻ ജോർജിനെയും അൽഫോൺസയെയും ദീപ കന്നഡിയെയും മയൂഷയെയും ലിജോയെയും ഡോറ സൈമണെയും റോസ്മോളെയും ബിജു ബ്രദറെയും ബിനിയെയും ജിസിയെയും ലിജിയെയും ജോഫിയെയും ജോർജിനെയും ട്രീസ ജേക്കബിനെയും ബീന ജോൺസണെയും രാജുവിനെയും ലിസി ഫ്രാൻസിസിനെയും ഡെയ്സിയെയും അനു വീറ്റോയെയും റോസിയെയും സൈമണെയും അജിലിനെയും പ്രീതയെയും ജൈനമ്മയെയും ജോഫിനെയും അനുഷിൻഡോയെയും സിൽവിയെയും ജെയ്സിയെയും എളിയവനായ എന്നെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവമേ, ഏതെല്ലാം നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടാണ് ഈ മക്കൾ അങ്ങയുടെ തിരുവചന തീർത്ഥാടന പാരായണത്തിൽ പങ്കുചേർന്നത്, ആ നിയോഗങ്ങളെല്ലാം ഇവർക്ക് സാധിച്ചു നൽകണം. ഇവിടെ ആത്മാക്കൾക്ക് വിശുദ്ധി, മനസ്സുകൾക്ക് ശക്തി, ശരീരത്തിന് സൗഖ്യവും നൽകണം. ഇവിടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഇവിടെ പ്രിയപ്പെട്ടവരെയും സകലരെയും അങ്ങയുടെ സ്വർഗീയ കൃപകളാൽ വചനത്തിന്റെ നിരന്തരമായ അഭിഷേകത്താലും അനുഗ്രഹത്താലും കാത്തുകൊള്ളേണം. അങ്ങനെ ദൈവമാതാവ് ഞങ്ങളുടെ സ്വർഗീയ അമ്മയുമായ പരിശുദ്ധ കന്യക മറിയത്തോടും
ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ യാക്കോബ് ശ്ലീഹായോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുമാറാവട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യം എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. നമ്മെ പരിപൂർണമായി പിതാവായ ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചു ആ ദൈവികാനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങുവാനുള്ള ഹൃദയവിശുദ്ധിയോടുകൂടി കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണം. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണം. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാവട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകും. അതിദാനമായി സമാധാനം നിങ്ങൾക്ക് നൽകും. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരും എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്തവർ ഞങ്ങളുടെ പാപങ്ങളും കുറവുകളും പരിഗണിക്കാം. അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൺപാർ അങ്ങയുടെ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാനം, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സംരക്ഷണം, ഞങ്ങളുടെ നാടിന് സൗഖ്യം കൽപ്പിച്ചറിയാൻ എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നിങ്ങളുടെ കുടുംബങ്ങൾ, പ്രിയപ്പെട്ടവർ ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ എഴുന്നള്ളുവാൻ വേണ്ട യോഗ്യത എനിക്കില്ല. അങ്ങൊരു വാക്കരുൾ ചെയ്താൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തം നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് ആ ദിവ്യകാരുടെ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ജീവിതത്തിലേക്കും സ്വീകരിക്കുവാൻ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ ഈശോയെ ആരാധിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിച്ചുകൊണ്ട്
ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് വരയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യം അരൂപിയും സ്വീകരിക്കാം. ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം നമുക്ക് നിത്യായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഭക്തിപൂർവ്വം ഞങ്ങൾ അർപ്പിച്ച ദിവ്യബലിയുടെ ഫലമാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹയുടെ മാധ്യസ്ഥതയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങയുടെ തിരുവചനത്തെ സ്നേഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കുവാനും കൃപയരുളണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. വചനത്തിൻ്റെ മകനും മകളുമായി ജീവിക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മാതൃക വചനമനുസരിച്ച് ജീവിച്ചു എന്നാണ്. വിശുദ്ധ ഔസേപ്പ് പിതാവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മാധ്യസ്ഥം ആ വചനത്തെ നിശബ്ദതയിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെയും മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് വചനാനുസൃതമായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമം. ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട്, നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞാൻ അർപ്പിക്കുന്ന ബലികളിലെല്ലാം നമ്മുടെ ഈ കൂട്ടായ്മയെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പേരുകളുള്ള ലിസ്റ്റാണിത്. ഞാനിവിടെ വിശുദ്ധമായ ഈ മദ്ബഹയിൽ തന്നെയാണ് അത് സൂക്ഷിക്കുന്നത്. എപ്പോഴും ഓർക്കുന്നു, വചനത്തിൽ അധിഷ്ഠിതമായി ഈ വചനം വായിക്കുന്നത് ഒരു തുടർച്ച. ഇന്ന് ഗ്രൂപ്പ് വായന ഇന്ന് അവസാനിച്ചുവെങ്കിലും വ്യക്തിപരമായ വായന നമ്മൾ തുടരുകയാണ്, പൂർത്തിയാവുകയാണ്. അത് അരമണിക്കൂറോ അത് കൂട്ടി വായിച്ച് വചനമായി നമുക്ക് മാറാം. ദൈവം അനുഗ്രഹിക്കും.